അപ്പോൾ ഫ്രണ്ട്സ് 2 ദിവസം മുന്നേ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് പബ്ലിക്കിൽ പറയുന്നത് കൊണ്ട് അർത്ഥമില്ലെന്ന് കരുതി പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു. എന്നെപ്പോലെ വില്ല, ഫ്ലാറ്റ്, അപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റാത്ത ചില ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മഴ പെയ്യുന്നതിനോട് കൂടി രാത്രി 12 മണി മുതൽ 3:30 മണി വരെ റൂഫിൽ കയറും ഇറങ്ങിയും കളിച്ചതിനെ കൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും ചെറിയൊരു ട്രിപ്പ് വരുമ്പോഴത്തേന് നമുക്കെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടി വീഡിയോ കൂടിയാണ് ഇത്. പുറത്ത് അതിശക്തമായ മഴ പെയ്തിട്ടും ചിലർക്ക് ആ ഒരു മനോഭാവം തന്നെ ഇല്ലട്ടോ. ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്ന കാഴ്ച ഉണ്ടല്ലോ, എൻ്റെ അടുത്തുള്ള അറബ് വീട്ടിൽ ജോലി ചെയ്യുന്ന ഹൗസ് ഡ്രൈവറായ സുഹൃത്തിൻ്റെ അർബാബിൻ്റെ വീട്ടിൽ നിന്നുള്ള ചിത്രമാണ് കേട്ടോ. ആ വീട്ടിലെ രോഗിയായ അർബാബിൻ്റെ ഉമ്മ ഓക്സിജന്റെ സഹായത്തോടു കൂടി വീട്ടിൽ തന്നെ ചികിത്സയിലാണ്. ഇതിങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ 2 ദിവസം മുന്നേ റൂഫെല്ലാം ക്ലീൻ ചെയ്തിരുന്നു. എങ്കിൽ പോലും ശക്തമായ മഴയിൽ ആ ട്രാപ്പെല്ലാം അടിഞ്ഞുപോയി. ചെറിയ ക്ലീനിങ്സ് പേപ്പർ പോലുള്ള ഒരു പാളി രൂപപ്പെട്ടിട്ടാണ് അത് അടിഞ്ഞത്. ആ സമയത്ത് കയറി വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഇത്ര നാശനഷ്ടങ്ങൾ ഉണ്ടാവില്ലായിരുന്നു.